ലൂസിഫർ ഫസ്റ്റിന്റെ ഒരു പഞ്ച് എനിക്ക് പേഴ്സണലി തോന്നിയില്ല, എന്നാലും കുഴപ്പമില്ല. അടിപൊളി പടം, അടിപൊളി. കുറെ സീൻസ് ഉണ്ട്, ഭയങ്കര ഇന്റർനാഷണൽ ലെവലിൽ എടുത്തു വെച്ചേക്കുന്ന രീതിയിൽ. ഇതാ നല്ലത്. നല്ല മൂവി ആയിരുന്നു, നല്ലത്. ലൈക്ക് ആസ് എ മോഹൻലാൽ ഫാൻ കുറെ നാൾക്ക് ശേഷം ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങാൻ പറ്റി. അതെയോ? കുറെ സീൻസ് ഉണ്ട്, ഭയങ്കര ഇന്റർനാഷണൽ ലെവലിൽ എടുത്തു വെച്ചേക്കുന്ന രീതിയിൽ. അതിന്റെ ചില സീൻസ് അതേപോലെ ഉണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി, അടിപൊളി, അടിപൊളിച്ചില്ലേ? തകർത്തി, തകർത്തി, സൂപ്പർ, സൂപ്പർ ആയിട്ട്. ഓക്കെ, അതെയോ? പടം എങ്ങനെ? അടിപൊളി, അടിപൊളി. ചേച്ചി പടം എങ്ങനെയാ? സൂപ്പർ, അടിപൊളിയാണോ? ലൂസിഫർ പോലെ തന്നെ. അടിപൊളി. എങ്ങനെയുണ്ട്? ലാലേട്ടൻ കലക്കിയോ? കലക്കി. പൃഥ്വിരാജിന്റെ ഫൈറ്റ് എങ്ങനെയുണ്ട്? അടിപൊളി, അടിപൊളി, അടിപൊളി പടം. പക്ഷെ അടിപൊളി പടം. നമുക്ക് ലാലേട്ടന്റെ മൂന്നാം പാട്ട് വരുന്നുണ്ട് ഈ പടം. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ കലക്കി. കലക്കി, ഒന്നും പറയാനില്ല. പൃഥ്വിരാജിന്റെ ഒരു മൂന്നാമത്തെ ഒരു പടത്തിന് വേണ്ടി അവൾ കാത്തിക്കുന്നേ. ഇതിപ്പോ 4 വർഷത്തിന് ശേഷം ആന്റണി സാർ കൂടി നടത്തിയത്. പക്ഷേ ഈ മോഹൻലാലിനെ കുറച്ച് ബാക്കാക്കിട്ട് പ്രണവിനെ വെച്ചിട്ട് അടുത്ത പടം വരും. അതിന് അതിന് ലാസ്റ്റ് പ്രണവിനെ കാണിക്കുന്നില്ല പടത്തിൽ. നെക്സ്റ്റ് പ്രണവായിരിക്കും. ലൂസിഫറിന്റെ രണ്ടാം ഭാഗം അല്ലേ? അതെ, അതെ, നല്ല പടം. ചേച്ചി പടം എങ്ങനെ? എങ്ങനെയുണ്ട് പടം? ലൂസിഫറിനേക്കാളും മുന്നെയാണോ? വേൾഡ് വൈഡ് ഒരു പാൻ ഇന്ത്യൻ ലെവൽ തന്നെ. ലാലേട്ടൻ കലക്കി. അടിപൊളി ഫ്രെയിംസ് ഒക്കെ അടിപൊളിയായിരുന്നു. എങ്ങനെയാണ് പടം? എങ്ങനെയാണ്? ലൂസിഫറിനേക്കാളും തുല്യല്ലേ? ലാലേട്ടൻ കലക്കി. എങ്ങനെയാണ്? അടിപൊളി. ഓക്കെ, ഇതിന്റെ നല്ല പാട്ട് ഫൈറ്റ് ഒക്കെ എങ്ങനെയാണ്? അടിപൊളിയാണ്. അടിപൊളി. എങ്ങനെയുണ്ട് പടം? ലൂസിഫറിനോളം വരുമോ? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? അടിപൊളിയാ. ലൂസിഫറോ? ഈ പടം എങ്ങനെയുണ്ട്? അടിപൊളി പടം, അടിപൊളി പടം, അടിപൊളി പടം. ഇനിയിപ്പോ നെക്സ്റ്റ് ഒരു പടത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലേ? ഇതിന്റെ മൂന്നാം ഭാഗം വരില്ല? അടിപൊളിയാ. ഇതിനകത്തുള്ള ഫൈറ്റംസ് അടിപൊളി. അങ്ങനെ പാട്ടൊക്കെ സീനൊക്കെ നല്ല അടിപൊളി. രണ്ട് പാട്ടായിരുന്നു, നല്ല പാട്ട്. അടിപൊളി പടം, അടിപൊളി. ലൂസിഫറിനോളം വരുമോ? ഓ പിന്നെ അതെയോ? എന്തായാലും അതിന്റെ അകത്തുള്ള പാട്ടൊക്കെയോ? പാട്ടൊക്കെ അടിപൊളിയാ, അടിപൊളി. ഫൈറ്റ് സൂപ്പറാ. സെക്കൻഡ് ഹാഫിലൊരു ഫൈറ്റ് അടിപൊളി. സെക്കൻഡ് ഹാഫ് ആണ്. പൃഥ്വിരാജിന്റെ അഴിഞ്ഞാട്ടല്ലേ? അടിപൊളി പടാണ്. ഫസ്റ്റ് ഹാഫിനെ കാട്ടി കണക്ക് എന്റേതായ അഭിപ്രായം സെക്കൻഡ് ഹാഫാണ് ഏറ്റവും കൂടുതൽ മികച്ചത്. സെയ്ദ് മസൂദിന്റെ ഒരു പ്രതികാരം തന്നെ പറയാം അവസാനം. അത്രക്കും മസ്റ്റ് വാച്ച് പടാണ്. സൂപ്പർ ത്രില്ലിങ് പടാ. ലാലേട്ടൻ അടിച്ചു പൊളിച്ച്. ലൂസിഫർ ഉണ്ടായിരുന്നു. ഇതാ നല്ലത്. ഇനി ഇതിന്റെ തേർഡ് പാർട്ട് വരുന്നുണ്ട്. തേർഡ് പാർട്ട് ഇതിൽ മികച്ചതാകും തന്നെ എന്റെ ഒരു അഭിപ്രായം. അത് എനക്ക് പറയാൻ ഓക്കെ. നല്ല പാട്ട്, കുഴപ്പമില്ല. പടം എങ്ങനെയുണ്ട്? പാട്ടൊക്കെ എങ്ങനെയുണ്ട് പടം? അടിപൊളിയാ. പടം എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി. ലാലേട്ടൻ അടിച്ചു പൊളിച്ച്. മൂന്നാം ഭാഗത്തിനുള്ള കാത്തിരിപ്പ്. അടിപൊളി. അടുത്തതായിരിക്കും ആരായിരിക്കും? പ്രണവായിരിക്കില്ല, ആരാണെന്ന് പറയാൻ പറ്റില്ല. അടിപൊളിയാണ്. നല്ല പടം, അടിപൊളി.
പൊളിച്ചില്ലേ പടത്തിന് വേണ്ടി കാത്തിരിക്കാണല്ലേ അതാണ് ഏറ്റവും വലിയൊരു സസ്പെൻസ്. അതെ അതെ അതെനിക്ക് കാത്തിരിക്കാൻ പറ്റുന്നില്ല എന്താണെന്നറിയാൻ ലാലേട്ടൻ കളിക്കും രണ്ടാളും തകർത്ത്. ലാലേട്ടൻ പറഞ്ഞല്ലേ പൃഥ്വിരാജ് പൊളിച്ചാണ് ആവേശം. വേണ്ടേ പാർട്ടിയാ ആരോഗ്യ എന്റെയാ സൂപ്പർ. എങ്ങനെയുണ്ട് പടം പടം കുഴപ്പമില്ല. കുഴപ്പമില്ലാതെ കൊള്ളാം. ഫസ്റ്റ് ഹാഫ് ഇതില് കുറച്ച് ലാഗ് ഉണ്ട്. സെക്കൻഡ് ഹാഫ് ഓക്കെ ഫൈറ്റ് ഒക്കെ അടിപൊളിയാ. ആ ലൂസിഫർ ഫസ്റ്റിന്റെ ഒരു പഞ്ച് എനിക്ക് പേഴ്സണലി തോന്നിയില്ല, എന്നാലും കുഴപ്പമില്ല. ആ ലൂസിഫറിന്റെ അതിനേക്കാൾ കുറച്ച് താഴെ പോയ പോലെ എനിക്ക് തോന്നിയത്. പക്ഷെ മൊത്തത്തില് പേഴ്സണലി തോന്നിയത് സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് പോലെ തോന്നി. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ട് തോന്നി. ആ തള്ളിക്കൊണ്ടുപോകുന്ന പോലെ തോന്നി ഫസ്റ്റ് ഹാഫ്. അതിനുശേഷം അടിപൊളിയായിരുന്നു. ലാലേട്ടൻ അടിച്ചു കൊടുത്തു. മൊത്തത്തിലൊരു കാത്തിരിക്കാൻ പറ്റും. തിരിച്ചറിവ്. അടിപൊളി ലാലേട്ടൻ അടിച്ചു പൊളിച്ച് തകർത്ത്. ലൂസിഫറിനോളം വരുമെന്ന് ചോദിച്ചാലേ അത് പ്രേക്ഷകർ പറയട്ടെ. എല്ലാരും പറയട്ടെ. കാത്തിരിക്കാം. അത് കുറച്ചും കൂടി ബെറ്റർ ലൂസിഫർ ആയിരിക്കും. എനക്കെന്തോ പേഴ്സണലി ലൂസിഫറെ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട്. പിന്നെ എമ്പുരാൻ വരുമ്പോ ഫൈറ്റ് ഒക്കെ അടിപൊളിയാക്കിയത്. ആ വിഷയം ഒന്നും പറയാനില്ല. പൃഥ്വിരാജും പൊളിയാ. പിന്നെ മോഹൻലാലിന്റെ ഫൈറ്റ് ഉണ്ട്, അതൊരു രക്ഷയില്ല. രോമം പണിച്ചു. അത് രോമാഞ്ച ഫുള്ള്. ഓ കട്ടക്കാത്തിരിപ്പ എത്ര കൊല്ലം കാത്തിരുന്നാലും കുഴപ്പമില്ല. വന്നാ മതി, എത്രേ ഉള്ളൂ. പൊളിക്കും. ലാലേട്ടൻ മാസ്. അന്യായം. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. മാസം എന്നൊക്കെ പറഞ്ഞ പീക്ക് ലെവല് മാസൊക്കെ ആയിരുന്നു. പാട്ട് സോങ് അതിന്റെ ഒരു വൈബിനനുസരിച്ചിട്ട് കൊണ്ടുപോയിരുന്നു. അല്ലാണ്ട് വേറെ കാര്യമായിട്ട് ഒരു സോങ് എന്ന് പറയാനില്ല. മുന്നേയുള്ള BGM കുറച്ചൊന്ന് മോഡിഫൈ ചെയ്ത് അതിന്റെ ഒരു ലെവലിൽ അങ്ങനെ കൊണ്ടുപോയി. താരതമ്യം ചെയ്യുമ്പോ ഇതെന്ന് വെച്ചാല് ഒരു കംപ്ലീറ്റ് ആകാത്ത ഒരു മൂവി പോലെ നമുക്ക് തോന്നും. ലൂസിഫർ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇതുണ്ട്, ഒരു കംപ്ലീറ്റ് ആയെന്നില്ല ഒരു ഇതുണ്ട്. എങ്ങനെ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം ഉണ്ടാവുന്നുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്കും അവർ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. അതെ അത് മൂന്നാം ഭാഗം ഇതിലുണ്ട്, എന്തായാലും ഉണ്ടാവുന്നില്ല കാണിക്കുന്നുണ്ട്. അപ്പോ ഒരു എൻഡിങ് ഒരു സുഖം കിട്ടാത്ത പോലെ തോന്നി. അത് എന്റെ പേഴ്സണൽ ആണോ എനിക്കറിയില്ല. അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്റെ പേഴ്സണൽ അഭിപ്രായമായിട്ട് എനിക്ക് എൻഡിങ് ഒരു സുഖം കിട്ടാത്ത പോലെ തോന്നി. പക്ഷെ പടം മൊത്തത്തില് അന്യ എക്സ്പീരിയൻസ് ആയിട്ട് എന്തായാലും മസ്റ്റ് വാച്ച്. ഫൈറ്റ് പിന്നെ പാട്ട് മറ്റുള്ള അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഫൈറ്റ് സീന് എല്ലാം ഓരോ സീനും ഇമോഷണൽ ആയിട്ട് കാണിക്കുന്നതായാലും അത്യാവശ്യം കോമഡി ഒക്കെ കൊണ്ടുവന്നതായാലും എല്ലാം അടിപൊളിയായിരുന്നു. മോശം പറയാനില്ല, ഒന്നും മോശം പറയാനില്ല. ലാലേട്ടൻ കലക്കി. പൃഥ്വിരാജൊക്കെ ഹാറ്റ്സ് ഓഫ്. സയ്യിദ് മസൂദ് വേറെ ലെവല്. ഓക്കെ.